നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ചീര മുട്ട തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചീര ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ചെറുതായിട്ടല്ല, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തണ്ട് മാത്രമായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ചുവന്നുള്ളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ എപ്പോഴും അധികം കൂടുതൽ ചേർക്കരുത്. ചീര വെന്ത് കഴിയുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചീരയേക്കാൾ കൂടുതൽ തേങ്ങ ഉള്ളതുപോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ കുറച്ച് ഇതിലേക്ക് ചേർക്കാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് 4ആയിട്ടൊന്ന് കീറിയിട്ടിരിക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചീര തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ ഓയിൽ ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ചേർക്കണ്ട, ചീര വെന്ത് കഴിയുമ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് 2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചത് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ട് അത് ചേർത്ത് കൊടുക്കാം. ചീരയേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലുണ്ട് തണ്ടിന്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ തണ്ട് ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ചീര ചേർക്കാനായിട്ട്. ചീരയുടെ തണ്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചീര എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്കുള്ള പാകത്തിനുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചീര 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചീര ഒരുപാട് നേരം അടച്ചു വയ്ക്കരുത്. കുറേ നേരം അടച്ചു വെച്ചാൽ ചീരയുടെ കളറ് മാറിപ്പോകും. മാത്രമല്ല അതിൽ വെള്ളം വന്നിട്ട് അത് കുഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല ചീരത്തോരൻ കിട്ടുന്നതിനായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ച് തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഇതൊന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇത് ഞാൻ 1 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചതാണ്. ചീര ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ ഇതുപോലെ നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചീര നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചീര മുട്ട തോരനാണ് തയ്യാറാക്കുന്നത്. പിന്നെ ചീരയുടെ കളറ് ഒരല്പം കുറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ചീരയുടെ തണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇല മാത്രമല്ല ഉള്ളത്. അപ്പോൾ അതിൻ്റെ കളറ് അതുകൊണ്ടാണ് ഒന്ന് ഇച്ചിരി കുറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നടുവിൽ ഒരു ഇത്തിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 2 മുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1-2 സെക്കൻഡ് ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രമേ ഇതിനെ ഒന്ന് ഇളക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിക്കരുത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഈ മുട്ട തമ്മിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും, അതായത് അല്പം ഒന്ന് ഉറച്ച് വരുമ്പോഴത്തേനും മാത്രം ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഇപ്പം ഒരല്പം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പയ്യെ മുട്ട മാത്രം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം സൈഡിൽ നിന്ന് ചീര കുറച്ച് വീതം എടുത്ത് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം.
വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് നമ്മുടെ ചീര മുട്ട തോരൻ. ഇത് ചുവന്ന ചീര വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ ആ പച്ച ചീര വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാം. ഇപ്പം നമ്മൾ മുട്ടയും ചീരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.